കൃപ മാത്രമേ നീ പേരും പുകഴ്ചയും നിന്ദാനം എന്നെ നിർത്തിയ നിൻ കരുണയെ കൃപമേൽ കൃപയായി എന്നെ നിറയ്ക്ക. സുഭാഷിതം. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിന്റെ 60-ാം വാക്യം. അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. Then he knelt down and cried out with a loud voice, Lord, do not charge them with this sin. And when he had said this, he fell asleep. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് അരുളി ചെയ്ത യേശുക്രിസ്തുവിന്റെ ശിഷ്യനായി തീർന്ന സ്തേഫാനോസിന്റെ അവസാന വാക്കുകളാണ് നാം വായിച്ചു കേട്ടത്. യേശു ക്രൂശിൽ കിടക്കുമ്പോൾ, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ക്രിസ്തുവേശുവിന്റെ അതേ ഭാവം തന്നെ പ്രകടിപ്പിച്ച ശിഷ്യൻ. യേശുക്രിസ്തുവിന്റെ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയാണ് സ്തേഫാനോസ്. യേശു കർത്താവിനെ പോലെ സ്തേഫാനോസിനെയും അഹങ്കാരികളായ യഹൂദ നേതാക്കൾ നിന്ദിക്കുകയും നിരസിക്കുകയും നിയമവിരുദ്ധമാക്കി വ്യാജമായി വിചാരണ ചെയ്യുകയും ചെയ്തു. നൂറ്റാണ്ടുകളായി ജീവനുള്ള ദൈവത്തെ നിരാകരിച്ചതും അവരുടെ വിശ്വാസത്യാഗത്തെ ഓർപ്പിച്ചതും നീതിമാനായ യേശു കർത്താവിന്റെ വരവിനെക്കുറിച്ച് മുന്നറിയിച്ച പ്രവാചകന്മാരെ കൊന്നതും അയക്കപ്പെട്ട മശിഹയെ അംഗീകരിക്കാതെ നിരാകരിച്ച് കൊലപ്പെടുത്തിയതുമായ സത്യങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറയുകയുണ്ടായി. ന്യായപ്രമാണം പ്രാപിച്ചു എങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കി കൊടുത്തു. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ലുകടിച്ചു എന്ന് 54-ാം വാക്യത്തിൽ കാണുന്നു. സത്യം സത്യമായി കേൾക്കുമ്പോൾ കോപിഷ്ഠരാകുന്ന ജനം. സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ട് സ്തേഫാനോസ് അത് വിളിച്ചു പറഞ്ഞു. അവർ ഉറക്ക നിലവിളിച്ചു ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്ന് അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. യേശു കർത്താവ് തന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചതുപോലെ, കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. സ്വർഗം തനിക്ക് വേണ്ടി തുറക്കപ്പെടുന്നത് കണ്ടിട്ടും മനുഷ്യപുത്രൻ തന്റെ നിരപരാധിത്വം വിധിക്കുമെന്ന് അറിഞ്ഞിട്ടും സ്തേഫാനോസ് തന്നെ പീഡിപ്പിക്കുന്നവരോട് ക്ഷമിക്കുന്നു. കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് നിദ്ര പ്രാപിച്ചു. യേശുവിന്റെ ജീവിതവും മരണവും സ്തേഫാനോസിന്റെ ജീവിതത്തിന് രൂപം നൽകി. യേശുവിന്റെ ജീവിതത്തിലെ ക്ഷമയും വിശ്വാസവും കരുണയും ഒക്കെ അവിടുത്തെ സാക്ഷികളിലൂടെ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളതിന് തെളിവായി തീർന്നു. യേശുവിനെ അനുഗമിക്കുന്ന എല്ലാവർക്കും സ്തേഫാനോസിന്റെ മരണം ശക്തമായ പ്രചോദനം നൽകുന്നു. യേശുക്രിസ്തുവിന്റെ മരണത്തിന്മേലുള്ള വിജയമാണ് തന്നിൽ വിശ്വസിക്കുന്ന ഏവരും നിദ്ര പ്രാപിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു എന്ന് 2 കൊരിന്ത്യർ 5:8 കാണുന്നു. വീണ്ടും പൗലോസ് പറയുന്നത്, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ദാനിയേൽ ദീർഘദൃഷ്ടിയാൽ പറഞ്ഞിരിക്കുന്നത്, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. അതുകൊണ്ട് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ആ നല്ല നാളിനായി നോക്കി പാർക്കാം. God bless you all with these words.